കുടുംബജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം മനസ്സിലാക്കിയിട്ട് വിവാഹം ചെയ്യുന്നവരും അത് മനസ്സിലാക്കാതെ വിവാഹം ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചാൽ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി എന്താ നിങ്ങൾ കൊടുക്കാറ്? എന്തെങ്കിലും കൊടുക്കുന്ന ശീലമുണ്ടോ? ഒന്നും കൊടുക്കാറില്ലേ? ഉണ്ടോ? ഇല്ലേ? നമ്മളൊക്കെ നാട്ടിൽ ഓരോരുത്തരും ഓരോരോ ശീലങ്ങളാണ്. ചിലയിടത്ത് എന്താ കൊടുക്കുക? സ്വർണം കൊടുക്കും, അല്ല ചുരിദാർ കൊടുക്കും, ഒന്നും കൊടുക്കില്ല, മിഠായി കൊടുക്കും, വള കൊടുക്കും, ബ്രൈസ്ലെറ്റ് കൊടുക്കും. ചില നാട്ടിൽ നല്ലൊരു സ്മാർട്ട് ഫോണും കൊടുക്കും, അതിൽ റീചാർജ് ചെയ്തിട്ട് കൊടുക്കും. കാരണം എന്തിനാ? ഇത് ഇനി കല്യാണം കഴിയുന്നത് വരെ ഇവനും ഇവളും നല്ലോണം ഒന്ന് വർത്താനം പറഞ്ഞിട്ട് സെറ്റായിക്കോട്ടെ എന്നുള്ളൊരർത്ഥത്തിലാണ്. നല്ല സുഖം. അപ്പോൾ കാരണന്മാരൊക്കെ സമ്മതിക്കുക, നല്ലതാണ്, അവർ തമ്മിലും സംസാരിച്ചിട്ടൊന്ന് റെഡി ആയിക്കോട്ടെ. ഒരു 5-6 മാസം എടുക്കുമല്ലോ നിക്കാഹ് നടക്കാൻ. പാതി രാത്രിയിലൊക്കെ ഈ ആണും പെണ്ണും ഇങ്ങനെ വർത്താനം പറയും. അപ്പോൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോടൊരാണ് എന്തായാലും വളരെ ശ്രദ്ധിച്ചിട്ടേ വർത്താനം പറയുള്ളൂ. അവൻ്റെ തനി സ്വഭാവമൊന്നും പുറത്ത് കാണിക്കില്ല. പെണ്ണും അവളുടെ തനി സ്വഭാവമൊന്നും പുറത്ത് കാണിക്കില്ല. എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇവർ വിചാരിക്കും പെണ്ണിൻ്റെ വർത്താനം ഐസ്ക്രീം പോലെ, ആണിൻ്റെ വർത്താനം ഫലൂദ പോലെ. ഇവർ വിചാരിക്കും ജീവിതം ഇങ്ങനെ തന്നെ ഉണ്ടാവുക. 6 മാസം കഴിഞ്ഞിട്ട് പാതി രാത്രിയൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് വിളിച്ച് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇടങ്ങാറാണ്. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ചെറിയ പൊട്ടലും ചീറ്റലും ഉണ്ടാകുമ്പം ഇവർ വിചാരിക്കും, പടച്ചോനെ ഈ തൊട്ടത് മോശമായിപ്പോയി, ഈ പിടിച്ച കൊമ്പ് ശരിയായില്ല. കണ്ടോ എന്താ കാരണം? ജീവിതത്തെക്കുറിച്ച് ഈ ആണിനും പെണ്ണിനുമുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം. ആണ് വിചാരിക്കുന്നു വളരെ സന്തോഷം തരുന്ന പെണ്ണ് വിചാരിക്കുന്നു വളരെ സന്തോഷം തരുന്ന ആണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത മാത്രമേ ഉണ്ടാകുള്ളൂ, സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ, സന്തോഷം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആണും പെണ്ണും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ അവർക്കിടയിൽ ചെറിയ കുഞ്ഞു പൊട്ടലും തീറ്റലും ഉണ്ടാകുമ്പം അതവർക്കത് ഏറ്റെടുക്കാൻ പറ്റാത്ത പ്രതിസന്ധിയാകുന്നു. ആരാണ് ഉത്തരവാദി? കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ നിക്കാഹിന് മുമ്പേ വർത്തമാനം പറയാനും അവർക്കിടയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ളൊരവസരം കൊടുത്ത് നമുക്ക് ഉണ്ടായ പ്രശ്നമാണ്.